പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭരിക്കുന്നത് ഗുണ്ടകളാണെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് മീഡിയ വണ്ണിനോട്. സുരേഷ് കുമാറും സിയാദ് കോക്കറും അസോസിയേഷനിലെ ആസ്ഥാന ഗുണ്ടകളാണ്. പത്രിക തള്ളിയതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസ് കോടതിയെ സമീപിക്കും. മാധ്യമങ്ങളുടെ മുന്നിൽ അവർ ഇത്രയും ഗുണ്ടായിസം കാണിച്ചെങ്കിൽ ഒരു അടച്ചിട്ട മുറിയിൽ അവരെന്തെല്ലാം കാണിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? സുരേഷ് കുമാർ എന്ന ഗുണ്ട മാത്രമല്ല, സിയാദ് കോക്കർ എന്ന ഗുണ്ടയും ആസ്ഥാന ഗുണ്ടകളാണ് അവരവിടുത്തെ. അസോസിയേഷൻ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് നിൽക്കുന്നതെങ്കിലും അവരാണ് ആ അസോസിയേഷൻ ഭരിക്കുന്നത്. അവരുടെ ഡമ്മികളാണ് ബാക്കി എല്ലാ പോസ്റ്റിലും ഇരിക്കുന്നത്. സിയാദ് കോക്കറും സുരേഷ് കുമാറും പോലെയുള്ള ഗുണ്ടാ നേതാക്കന്മാരാണ് അവിടെ ഭരിക്കുന്നത്. നിങ്ങൾ ഈ മീഡിയക്കാർ മുഴുവൻ നിന്നതുകൊണ്ട് മാത്രമാണ് അത്രയെങ്കിലും സംയമനത്തോട് കൂടി ശ്രീ സുരേഷ് കുമാറും സിയാദ് കോക്കറും പെരുമാറിയത്. അല്ലെങ്കിൽ അവർ വളരെ വയലന്റ് ആയിട്ടാണ് ഓരോ മെമ്പേഴ്സിൻ്റെ അടുത്തും. ഇത് ഇന്ന് അവരെ തന്നെ തുറന്നു കാണിക്കുകയാണ് ചെയ്തത് പൊതുസമൂഹത്തിന് മുമ്പിൽ. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, ഗുരുതരമായ ആരോപണങ്ങളൊക്കെയാണ് സാന്ദ്ര തോമസ് സിയാദ് കോക്കർക്കെതിരെയും ഒപ്പം തന്നെ സുരേഷ് കുമാറിനെതിരെയും ഒക്കെ ഉന്നയിക്കുന്നത്. ഇന്നലെ ഉണ്ടായ സംഭവ വികാസങ്ങളും വാക്തർക്കങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇനിയൊരു നിയമ നടപടിയിലേക്ക് നീങ്ങാനാണോ സാന്ദ്ര തോമസിന്റെ തീരുമാനം? ജിൽസി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സാന്ദ്ര തോമസ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കും. എറണാകുളം സബ് കോടതിയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിക്കുക. പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കുമുള്ള സാന്ദ്ര തോമസിന്റെ പത്രികയാണ് ഈ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തള്ളിയത്. പത്രിക തള്ളിയതിനെ തുടർന്ന് സാന്ദ്ര തോമസിന്റെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഭരണാധികാരിയും മറ്റംഗങ്ങളുമായി വാക്കേറ്റവും ബഹളവും എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടാകുകയും ചെയ്തു. തന്നോട് കാണിച്ച വലിയ ഒരു അനീതിയാണെന്ന്, ഒപ്പം തന്നെ ഗൂഢാലോചന ഉണ്ടെന്നുള്ള ഒരു ആരോപണമെല്ലാം തന്നെ സാന്ദ്ര തോമസ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഓഗസ്റ്റ് 14 പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നുമുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്നു. അതായത് ഈ സൂക്ഷ്മ പരിശോധനയുടെ സമയത്ത് മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ മുമ്പിൽ ഇത്രയധികം ഗുണ്ടായിസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അടച്ചിട്ട മുറിയിൽ എത്രമാത്രം കാണിക്കുമെന്നുള്ള ഒരു ആരോപണം അത് വലിയ രീതിയിൽ വരും ദിനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. ഈ മാധ്യമങ്ങളെ വിളിച്ചത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, തന്നെ അപമാനിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം എന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് സാന്ദ്ര തോമസ് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം. തന്റെ സിനിമകൾ പോലും കാണാതെയാണ് ഈ ഭരണാധികാരി നാമനിർദ്ദേശ പത്രിക തള്ളിയത് എന്നുള്ളതാണ്. അസോസിയേഷനിലെ മറ്റ് നിർമ്മാതാക്കൾക്കും ഇവരോടക്കമുള്ള ഗ്രൂപ്പിന് എതിരഭിപ്രായം ഉണ്ടെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി സാന്ദ്ര തോമസിനുണ്ട്. അവരുടെ പിന്തുണയോടുകൂടി മത്സരിക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് സാന്ദ്ര തോമസ് ഇപ്പോഴും ഉള്ളത്. മത്സരിച്ച് തോൽപ്പിക്കുക, പകരം ഇത്തരത്തിലുള്ള നിയമ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം തന്നെ ഉന്നയിച്ച് തന്നെ പരാജയപ്പെടുത്താൻ അല്ലെ ഒതുക്കാം എന്നുള്ള ഒരു ശ്രമം അത് നടത്തുന്നത് ഗൂഢാലോചനയാണ്. മത്സരിച്ച് അതിൽ പരാജയപ്പെടുത്താനായെങ്കിൽ അത് പരാജയപ്പെടുത്താം എന്നുള്ള ഒരു നിലപാടാണ് സാന്ദ്ര തോമസിനുള്ളത്. പക്ഷേ സാന്ദ്ര തോമസ് 2 സിനിമ മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള ഒരു നിയമപരമായ ഒരു സാധ്യത ഇല്ല എന്നുള്ള ഒരു വാദമാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉന്നയിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു നിയമം, അങ്ങനെ ഒരു ഇത് ബൈലോയിൽ ഇല്ല എന്നുള്ളൊരു മറുവാദം സാന്ദ്ര ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അമ്മ എന്ന താരസംഘടനയ്ക്ക് പിന്നാലെ തന്നെ നിർമ്മാതാക്കളുടെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സംഘടനയിലും ഇത്തരത്തിൽ വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നു. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് സാന്ദ്ര തോമസിന്റെ തീരുമാനം. ശരി.